നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രാവിലെയിലേക്ക് പുതിയൊരു വാർത്താ ദിനം നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് ഒക്ടോബർ 7, 21-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും ക്രൂരമായ യുദ്ധത്തിന് 2 വർഷം തികയുന്ന ദിവസമാണ്. ഔദ്യോഗിക കണക്കുകളിൽ 65,000-ത്തിലധികം മനുഷ്യർ കൊല്ലപ്പെട്ട, കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്ന, ഇപ്പോഴും വെടിയൊച്ചകൾ നിലയ്ക്കാത്ത ഗാസയിൽ തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമാണ് ബാക്കി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ 2 വർഷക്കാലത്തിനിടയ്ക്ക് സമാധാനം പുനഃസ്ഥാപിക്കാൻ നിരവധി ചർച്ചകൾ നടന്നുവെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഇന്നിപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതിക്ക് മേൽ ഈജിപ്തിലെ കെയ്റോയിൽ ചർച്ച നടക്കുമ്പോൾ ശുഭസൂചനകളാണ് പുറത്തുവരുന്നത്. വളരെ പോസിറ്റീവായി 1-ാം ഘട്ട ചർച്ച പൂർത്തിയായി എന്ന വാർത്തയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. അതങ്ങനെ തന്നെ ആകട്ടെ, പശ്ചിമേഷ്യയിൽ സമാധാനം പുലരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വളരെ പോസിറ്റീവായി ഇന്നത്തെ വാർത്താ ദിനം തുടങ്ങാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഗാസ സമാധാന പദ്ധതികളിൽ ഈജിപ്തിൽ നടന്ന ആദ്യഘട്ട ചർച്ച അവസാനിച്ചു. നല്ല അന്തരീക്ഷമെന്ന ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ. ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തിന് ഇന്ന് 2 വയസ്സ്. തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടത് 65,000-ത്തിലധികം സാധാരണക്കാർ. ശബരിമല സ്വർണ്ണപ്പാളി മോഷണം ഇന്നും നിയമസഭയെ പ്രക്ഷുബ്ധമാക്കും. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ചോദ്യോത്തരവേള മുതൽ ശക്തമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷം. ക്ലിഫ് ഹൌസിലേക്ക് ബിജെപിയുടെ പ്രതിഷേധ മാർച്ചും ഇന്ന്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. അപലപിച്ച് അഭിഭാഷക സംഘടനകൾ. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ പ്രതിഷേധം ഇന്ന്. ആക്രമിച്ച അഭിഭാഷകനെതിരെ കേസ് വേണ്ടെന്ന നിലപാടിൽ ചീഫ് ജസ്റ്റിസ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സീറ്റ് ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. ചെറുകക്ഷികളുടെ വിലപേശൽ ഇരു മുന്നണികൾക്കും പ്രതിസന്ധി. ഫ്രാൻസിൽ പ്രധാനമന്ത്രിയുടെ അപ്രതീക്ഷിത രാജി രാഷ്ട്രീയ പ്രതിസന്ധിയാകുന്നു. ലേകോർണുവിന്റെ പ്രഖ്യാപനം പ്രധാനമന്ത്രിയായി 1 മാസം തികയുന്നതിന് മുൻപ്. വിശദമായി നോക്കാം നമുക്ക് എല്ലാ വാർത്തകളും. ആദ്യം ഗാസയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഗാസ സമാധാന ചർച്ചകളുടെ 1-ാം ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. ഈജിപ്തിൽ ഹമാസും ഇസ്രയേലും തമ്മിൽ നടന്ന ചർച്ചകളാണ് അവസാനിച്ചത്. ബന്ദികളെ വിട്ടയക്കുന്നത് മുഖ്യ വിഷയമായെന്നാണ് സൂചന. ചർച്ചയിൽ ശുഭപ്രതീക്ഷയെന്ന് ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അജയ് സുധ ബിജു ഉണ്ട് നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. വളരെ പോസിറ്റീവായിട്ടാണ് ഇന്നത്തെ വാർത്താ ദിനം നമ്മൾ തുടങ്ങുന്നത് എന്ന് പറയാം, അല്ലേ? ശുഭസൂചനകളാണ് കെയ്റോയിൽ നിന്ന് വരുന്നത്. 1-ാം ഘട്ട ചർച്ച പൂർത്തിയാകുമ്പോൾ ഈ ബന്ധിമോചനമാണ് ഏറ്റവും പ്രധാനവുമായി ഇസ്രയേൽ മുന്നോട്ട് വെച്ച ആവശ്യം. അത് സാധ്യമാകുന്നു എന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലേ? അതെ, ഇസ്രായേൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഈ പറഞ്ഞതുപോലെ ബന്ദികളുടെ കൈമാറ്റവും, അതുപോലെ ഹമാസ് അവരുടെ നിരായുധീകരണം, അതുപോലെ അവർ പലസ്തീൻ്റെ ഭരണത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം. ഇതെല്ലാം വളരെ പോസിറ്റീവായി തന്നെ ആദ്യത്തെ ദിവസം ചർച്ചയായെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ആദ്യത്തെ ദിനം പ്രധാനമായിട്ടും ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ചയായത്. 48 ബന്ദികളാണ് ഹമാസിൻ്റെ പക്കൽ ഉള്ളതായിട്ട് ഇസ്രായേൽ പറയുന്നത്. അതിൽ 20 പേർ ജീവനോടെ ഉണ്ടെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരുടെ എത്രയും വേഗം ഇവരെ മോചിപ്പിക്കണം എന്നുള്ള ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്കയുമായി നടന്ന ചർച്ചയിലും പ്രധാനമായിട്ടും ഈ ആവശ്യമാണ് ഇസ്രായേൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച 20 ഇന സമാധാന ആവശ്യങ്ങൾ, ഇതിലും ഒരു മുഖ്യ വിഷയം ഈ ബന്ദികളുടെ മോചനമായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ചർച്ചയായിരുന്നു. ഈജിപ്തിലുള്ള റെഡ് സീ റിസോർട്ടിൽ വെച്ചാണ് ഇന്നലെ ഈ ചർച്ച നടന്നത്. ഖത്തറിൻ്റെ പ്രതിനിധികളും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ പ്രതിനിധികളും 2 കൂട്ടരും ഒരുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യഘട്ട ചർച്ചകൾ പോസിറ്റീവ് ആണെന്നാണ് ഇപ്പോൾ ഈജിപ്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പലസ്തീൻ പ്രതിനിധികൾ ഇപ്പോൾ മറ്റ് പല മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ വഴിയും ഈ ആദ്യഘട്ട ചർച്ചകൾ പോസിറ്റീവ് ആണ് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ട്രംപ് കഴിഞ്ഞ ദിവസമെല്ലാം ഈ ഇസ്രായേലിനോടും അതുപോലെ തന്നെ ഈ ഹമാസ് പ്രതിനിധികളോടും 2 പേരോടും ഒരു അന്ത്യശാസനം
ആശ്വാസനം നൽകിയിരുന്നു. ഈ ആഴ്ച തന്നെ ആദ്യത്തെ റൗണ്ട് ചർച്ചകൾ പൂർത്തിയാക്കണം, ഒരു സമാധാനം അത് എത്രയും വേഗം മേഖലയിൽ കൊണ്ടുവരണമെന്ന് ട്രംപ് രണ്ട് കൂട്ടരോടും പറഞ്ഞിരുന്നു. ചർച്ചകൾ നീണ്ടുപോവുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു രക്തച്ചൊരിച്ചിൽ അത് പശ്ചിമേഷ്യയിൽ ഉണ്ടാകും എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ട്രംപിൻ്റെ ഈ 20 ദിന ആവശ്യങ്ങൾ പ്രധാനമായിട്ടും ഈ ഹമാസ് ഭരണത്തിൽ നിന്ന് മാറി പലസ്തീൻ ടെക്നോക്രാറ്റുകൾക്ക് ഭരണം വിട്ടു നൽകണം എന്നുള്ള ആവശ്യമെല്ലാം അവർ പ്രധാനമായിട്ടും അംഗീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി പലരും സൂചിപ്പിച്ചിരുന്നത് ഈ ഇസ്രായേലിൻ്റെ ഈ ഗാസയിൽ തുടരുന്ന ആക്രമണം തന്നെയാണ്. കാര്യം ഈ വെള്ളിയാഴ്ച ട്രംപ് ഇത്തരത്തിൽ ഈ 20 ദിന സമാധാന ആവശ്യങ്ങൾ അത് മുന്നോട്ട് വെച്ചതിന് ശേഷവും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ട്രംപ് എത്രയും വേഗം തന്നെ മേഖലയിൽ വെടിനിർത്തൽ കൊണ്ടുവരണമെന്നും ഇസ്രായേൽ ആക്രമണം നിർത്തിവെക്കണമെന്നും കർശനമായി തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ ആക്രമണം അവസാനിപ്പിച്ചാൽ അത് നല്ലതാകില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ വക്താവ് തന്നെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ മേഖലയിൽ ഇപ്പോഴും ആക്രമണങ്ങൾ വളരെ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ ബന്ധിമോചനം സാധ്യമായതിനു ശേഷം എല്ലാ ബന്ധികളെയും ഹമാസ് മോചിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ വെടിവെപ്പ് അവസാനിപ്പിക്കുകയുള്ളൂ എന്നതാണോ സാഹചര്യം? അങ്ങനെയാണോ ഇപ്പോൾ നെതന്യാഹു സൂചിപ്പിക്കുന്നത്? ഇപ്പോൾ നിലവിലെ മേഖലയിൽ ഇപ്പോൾ ഒരു വെടിനിർത്തൽ കൊണ്ടുവന്നാൽ അത് ഹമാസ് തങ്ങൾക്ക് നേരെ ഒരു ആയുധമായിട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. തങ്ങൾക്ക് നേരെ മറ്റൊരു അടുത്ത ഘട്ട, അതായത് കഴിഞ്ഞ ഇപ്പോൾ 2023 ഒക്ടോബർ 7 സംഭവിച്ചതുപോലെ മറ്റൊരാക്രമണത്തിന് അവിടെ ഇരുന്ന് ഒരു കാപ്പുകൂട്ടുന്ന ഒരു നീക്കത്തിലേക്ക് അവർ മുന്നോട്ട് പോകുമോ എന്നുള്ള തരത്തിൽ ഇസ്രായേൽ ഭയക്കുന്നു എന്നുള്ളതാണ് അവരുടെ വക്താവ് സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ഹമാസ് പൂർണ്ണമായിട്ട് നിരായുധീകരിക്കും, എന്നാൽ മാത്രമേ തങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കൂ. ആദ്യം ഈ 20 ദിന നിർദ്ദേശങ്ങൾ ഇതിലുള്ള ചർച്ച പൂർണ്ണമായതിനു ശേഷം മാത്രമേ തങ്ങളുടെ ഒരു നീക്കം അത് നിർത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ വെള്ളിയാഴ്ച മുതൽ ഇന്നുവരെ നടന്നിട്ടുള്ള മൊത്തം ആക്രമണത്തിൽ, ഇസ്രായേൽ ആക്രമണത്തിൽ 104 പേരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഈ സമാധാന ചർച്ചകൾ നടന്ന ദിവസം മാത്രം 10 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ 3 പേർ ഭക്ഷണം തേടി ഈ വരിയിൽ നിന്ന ആളുകളാണ് കൊല്ലപ്പെട്ടതെന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ് അജയ്, ഭക്ഷണം കാത്തു നിൽക്കുന്ന മനുഷ്യർക്ക് നേരെ വരെ മിസൈലുകൾ പാഞ്ഞെടുക്കുന്ന സാഹചര്യമാണ് അവിടെ ഗാസയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അജയ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹമാസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണം, അതാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഈ ബന്ദിമോചനം അവസാനിച്ചു കഴിഞ്ഞാൽ, ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകി കഴിഞ്ഞാൽ ഹമാസ് ഭരണത്തിൽ നിന്ന് ഒഴിയണം, മാത്രമല്ല സമ്പൂർണ്ണ നിരായുധീകരണമാണ്. പക്ഷേ ഇതിനു മുൻപൊക്കെ നെതന്യാഹു പറഞ്ഞ കാര്യം നമുക്കറിയാവുന്നതാണ്. ഹമാസിലെ എല്ലാ നേതാക്കന്മാരെയും അവസാനത്തെ കണ്ണിയെപ്പോലും ഉന്മൂലനം ചെയ്തതിനു ശേഷം മാത്രമേ തങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളത്. പക്ഷേ ഈ ഗാസ പദ്ധതി പ്രകാരം ഈ ഹമാസ് പ്രവർത്തകർക്ക് പൊതുമാപ്പ് നൽകുക എന്നുള്ളൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് ഇസ്രായേൽ പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ടോ? നിലവിൽ ഈ ട്രംപിൻ്റെ ഈ 20 ദിന നിർദ്ദേശങ്ങൾ അത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ ഒരു തീരുമാനമെന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും വലിയ വിയോജിപ്പുകളൊന്നും ഇസ്രായേൽ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് വേണം നമുക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാവുന്നത്. അമേരിക്കയിലേക്ക് ഈ പുതിയ സമാധാന ചർച്ചകൾക്ക് വേണ്ടി നെതന്യാഹു പുറപ്പെടുന്നതിന് മുൻപ് ഫോക്സ് ന്യൂസിന് ഉൾപ്പെടെ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ ഹമാസ് പൂർണ്ണമായിട്ട് നിരായുധീകരിക്കണം, അവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നത് വരെ തങ്ങളുടെ പോരാട്ടം തുടരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല ഇസ്രായേൽ പാർലമെന്റിൽ വരെ വളരെ ശക്തമായിട്ട് നെതന്യാഹു തൻ്റെ ഈ ആവശ്യം എടുത്തു വെച്ച് വലിയ കയ്യടിയൊക്കെ വാങ്ങിച്ച കാര്യമായിരുന്നു. അവരുടെ പ്രധാന അജണ്ടയായിട്ട് കൊണ്ടുവന്ന വിഷയമാണ്. ഇസ്രായേലിൻ്റെ ഒരു ആഭ്യന്തര സാഹചര്യം നോക്കുകയാണെങ്കിൽ നെതന്യാഹു നിരവധി രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അപ്പോൾ തൻ്റെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിൽ കൂടി ഈ ഒരു വിഷയത്തെ നെതന്യാഹു കണ്ടിരുന്നു. എന്നാൽ ഈ അമേരിക്കയിൽ ചെന്ന് ഒരു പുതിയ ചർച്ചകൾക്ക് ശേഷം ട്രംപ് തൻ്റെ 20 ദിന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതിന് ശേഷം ഇത്തരത്തിൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ള വിഷയത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നിലവിൽ പുതിയ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ട്രംപിൻ്റെ ഈ ആവശ്യത്തിന് വഴങ്ങി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഈ ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യം അത് തന്നെയാണ് ഇസ്രായേൽ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെതന്യാഹു പല മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലും മറ്റ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലും എല്ലാം അദ്ദേഹം പറയുന്നത് ഒക്ടോബർ 7
ഇസ്രായേലിൽ സംഭവിച്ചത് അമേരിക്കയിലെ 9/11 അറ്റാക്ക് പോലെയുള്ള ഒരു ആക്രമണമാണ്. തങ്ങളുടെ 1200 പൗരന്മാർ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഏതാണ്ട് 1195 ആളുകൾക്ക് പരിക്കേറ്റു. ഹമാസ് അവിടെ നിന്ന് 251 പേരെ ബന്ദികളാക്കി. ഇത്രയധികം വിഷയങ്ങൾ ഇസ്രായേലിനെ ഉണ്ടാക്കി. അത് ഇസ്രായേലിനെ വലിയൊരു ഭീതിയിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിച്ചത്. അപ്പോൾ ഈയൊരു സംഭവം തങ്ങളുടെ മനസ്സിൽ വലിയൊരു മുറിവേൽപ്പിച്ചു. അപ്പോൾ ഇതിന് കാരണക്കാരാക്കിയ ഹമാസിനെ ഉടൻ തന്നെ മേഖലയിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ട് മേഖലയിൽ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പുതിയൊരു ജീവിതം കൊണ്ടുവരികയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആക്രമണം തുടങ്ങിയത്. പക്ഷേ അന്ന് തുടങ്ങിയിട്ടുള്ള ഈ ആക്രമണം ഇപ്പോൾ ഇന്ന് 2 വർഷമാവുകയാണ്. ഇന്ന് വരെ മൊത്തം 67,160 പേരാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് കൊല്ലപ്പെട്ടത്. മൊത്തം 1,69,679 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെട്ട ആളുകളിൽ ഏതാണ്ട് 30% കുട്ടികളാണ് എന്നുള്ളതാണ് വളരെ ദാരുണമായിട്ടുള്ള ഒരു കാര്യം. മാത്രമല്ല 22 ലക്ഷത്തിന് മുകളിൽ വരുന്ന പലസ്തീൻ ജനതയ്ക്ക് ഏതാണ്ട് 90%-ലധികം പേർ ഇപ്പോൾ ഭവനരഹിതരായിട്ട് തുടരുകയാണ്. അൽഷിഫ ആശുപത്രി ഉൾപ്പെടെ അവിടെയുള്ള പല പ്രമുഖ ആരോഗ്യ സേവന കേന്ദ്രങ്ങൾ അവിടെയെല്ലാമാണ് ആളുകൾ അഭയം പ്രാപിക്കുന്നത്. എന്നാൽ അവിടെ വരെ ഇസ്രായേൽ ഇടയ്ക്ക് കയറി റെയ്ഡ് നടത്തി, ഇസ്രായേൽ സേന ഇടയ്ക്ക് റെയ്ഡ് നടത്തി ഹമാസിൻ്റെ ആളുകൾ ഉണ്ടോ എന്നുള്ള തരത്തിലുള്ള ഒരു നീക്കങ്ങളെല്ലാം അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൊല്ലപ്പെടുന്നവർ വേറെ. മാത്രമല്ല ഒരുപാട് ഈ മാധ്യമപ്രവർത്തകരുൾപ്പെടെ അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം രക്തരൂക്ഷിതമായിട്ടുള്ളൊരു യുദ്ധം അത് ഉണ്ടായി തുടങ്ങിയപ്പോൾ തന്നെ ഇസ്രായേൽ പറഞ്ഞിരുന്നത് പൂർണ്ണമായിട്ട് ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എന്നാൽ പുതിയ നിർദ്ദേശങ്ങളിൽ അങ്ങനെ ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു വിഷയത്തിൽ ഇസ്രായേൽ കടുത്ത നിലപാട് എടുത്തിട്ടില്ല. രണ്ടു കൂട്ടർക്കും ഒരുപോലെ സമ്മതമാകുന്ന, രണ്ടു കൂട്ടർക്കും ഒരുപോലെ പ്രയോജനം വരുന്ന കാര്യങ്ങളിൽ അതിലൂടെ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ ഈ 20 നിർദ്ദേശങ്ങളിൽ തന്നെ ചില കാര്യങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. കാര്യം ഹമാസ് എത്ര കാലം കൊണ്ട് നിരായുധീകരിക്കണം എന്നുള്ള കാര്യം ഈ 20 നിർദ്ദേശങ്ങളിൽ വ്യക്തമായിട്ടില്ല. ഈ പുതിയ ഭരണം അവിടെ കൊണ്ടുവരുന്നത് അത് എത്ര നാളുകൾക്കുള്ളിൽ, അതുപോലെ എത്ര ദിവസത്തിനകം ഇസ്രായേൽ സേനയെ അവിടെ നിന്ന് ഈ ഗാസയിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്നുള്ള കാര്യങ്ങളിലൊന്നും മാത്രമല്ല ഭരണസമിതിയെ സംബന്ധിച്ചും വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പലസ്തീന് ഒരു സ്വയം ഭരണം എന്നുള്ള നിലയിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ ആ ഗാസ പദ്ധതി പ്രകാരം പോലും എത്തുന്നില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ അജയ്. കാരണം ഈ പീസ് ഓഫ് ബോർഡ് എന്ന് പറയുന്ന ആ ഭരണസമിതിക്ക് തലവനായി വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ്, ട്രംപാണ്. മറ്റ് വിദേശി പ്രതിനിധികൾ അടക്കം, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അടക്കം വരുന്നുണ്ട്. അത്തരത്തിൽ പലസ്തീൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളല്ല, മറിച്ച് ചില ടെക്നോക്രാറ്റുകൾ മാത്രമാണ് ഈ ഭരണസമിതിയിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ പലസ്തീന് സ്വയം ഭരണം ലഭിക്കുക, സ്വതന്ത്രമാവുക എന്ന് പറയുന്ന അവരുടെ ഏറെക്കാലമായിട്ടുള്ള ആവശ്യത്തിലേക്ക് ഇപ്പോഴും എത്തുന്നില്ല ജനത എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗാസ പദ്ധതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ഭരണസമിതിയെ സംബന്ധിച്ചും ചില വിമർശനങ്ങൾ ലോകത്തിന്റെ പല കോണിൽ നിന്നും ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ ഒരു സമാധാന കരാർ അത് ഇസ്രായേൽ അംഗീകരിച്ചുകൊണ്ട് ആ ഒരു നീക്കത്തിൽ മുന്നോട്ട് പോകാനുള്ള കാരണം തന്നെ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ അവർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരമൊരു ലോക ജനതയ്ക്ക് മുന്നിൽ ഇസ്രായേൽ ഒരു പ്രതിക്കൂട്ടിൽ കയറുന്ന നിരവധി രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരിക, അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ ഇന്ത്യ ഉൾപ്പെടെ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയുണ്ടായി. കേവലം വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രായേലിന് അനുകൂലമായിട്ട് നിന്നത്. എന്നാലും ഇസ്രായേലിൻ്റെ ഒരു പ്രധാന ശക്തി എന്ന് പറയുന്നത് എല്ലാ കാലത്തും അമേരിക്ക തന്നെയാണ്. അമേരിക്ക തന്നെയാണ് ഇപ്പോൾ പുതിയ ഒരു 20 നിർദ്ദേശങ്ങളുമായിട്ടൊരു സമാധാന കരാർ മുന്നോട്ട് വെച്ചത്. അമേരിക്കയുടെ ഈ പുതിയ ആവശ്യം, ഈ പുതിയ 20 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച ഈ ഒരു സാഹചര്യം, ഇതിൽ ഈ ലോക ജനതയ്ക്ക് മുന്നിൽ തങ്ങൾ ഒറ്റപ്പെടുന്ന ഈ ഒരു അതിൽ നിന്ന് ഒന്ന് മോചിതരാവുക, ഒന്ന് മുന്നോട്ട് വരിക എന്നുള്ള കാര്യങ്ങൾ അതെല്ലാം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കണം ഇസ്രായേൽ പുതിയ നിർദ്ദേശങ്ങളോട് ഒരു നല്ല രീതിയിൽ പ്രതികരിക്കാൻ ഒരു കാരണമായത്. എന്നാൽ ഇത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഒരു അനിശ്ചിതത്വങ്ങളും പുതിയ കരാറിൽ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം നീക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ മേഖലയിലൊരു വെടിനിർത്തൽ വന്നാൽ പോലും എത്ര കാലം വരെ അത് നിലനിൽക്കും, അതുപോലെ തന്നെ ഇസ്രായേൽ സേനയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തിരിയൽ, മാത്രമല്ല പല മേഖലകളിലും ഇസ്രായേൽ അവരുടെ ഒരു ഭവന പദ്ധതികൾ, അവരുടെ കുടിയേറ്റം
ഉൾപ്പെടെ അവരുടെ പല കോളനികൾ സ്ഥാപിക്കാൻ ഉൾപ്പെടെയുള്ള നീക്കങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്ത് നിലപാടായിരിക്കും അടുത്ത ഘട്ടത്തിൽ സ്വീകരിക്കുക എന്നുള്ളതെല്ലാം തീർച്ചയായിട്ടും നിർണായകമാണ്. ഈ ആദ്യ റൗണ്ട് ചർച്ച അത് ഈ ആഴ്ച തന്നെ അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആഴ്ച ഒരു ആദ്യ റൗണ്ട് ചർച്ചകൾ അവസാനിപ്പിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു പ്രതീക്ഷകളാണ് ഇതിൽ നമുക്ക് കാണാനുള്ളത് എന്നുള്ളതെല്ലാം നമ്മൾ വളരെ ആകാംക്ഷയോടെ ലോകം ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഒന്നാം ഘട്ട ചർച്ച അവസാനിക്കുമ്പോൾ വളരെ പോസിറ്റീവായ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് എന്ന് ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. എന്തായാലും ബന്ധിമോചനം അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നടന്നേക്കാം എന്നുള്ള സൂചനകളും മുന്നിൽ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 21ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും ക്രൂരമായ യുദ്ധമാണ്. ആ യുദ്ധമുഖത്ത് മരിച്ചു വീണത് സാധാരണക്കാരായിട്ടുള്ള 65,000-ത്തിലധികം മനുഷ്യരാണ്. അത് ഔദ്യോഗിക കണക്ക് മാത്രമാണ്. അതിൽ 30%-ലധികം കുട്ടികളാണ് എന്നുള്ളത് അതിലേറെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. എത്രയോ ലക്ഷം ജനങ്ങൾക്കാണ് അവിടെ വീട് നഷ്ടപ്പെട്ടത്, അവരുടെ സ്വന്തം മണ്ണ് നഷ്ടപ്പെട്ടത്, പലായനം ചെയ്യേണ്ടി വന്നത്, പട്ടിണി കിടന്ന എത്രയോ കുഞ്ഞുങ്ങളാണ് മരിച്ചത്. ആ ദയനീയ കാഴ്ചകൾക്ക്, ആ ഒരു ദയനീയ സാഹചര്യത്തിന് ഒരു അവസാനം ഉണ്ടാകണം എന്നുള്ളതാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളുടെയും ആവശ്യം. എന്തായാലും ഈ കെയ്റോയിൽ നടക്കുന്ന ചർച്ചയിലൂടെ അത് ഉരുത്തിരിയുമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. സമാധാനം അവിടെ പുലരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനിടെ നേരത്തെ അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിലും ഹമാസ് ഈ ഗാസ പദ്ധതിയുമായി സഹകരിക്കുമെന്ന് അറിയിച്ചതിന് ശേഷവും ഇസ്രായേലും സഹകരിക്കുമെന്ന് അറിയിച്ചതിന് ശേഷവും ഈ വെടിനിർത്താൻ ഇസ്രായേൽ നെതന്യാഹു തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രായേൽ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നുള്ളത് ട്രംപ് പരസ്യമായി നിർദ്ദേശിച്ച സാഹചര്യമായിരുന്നു. പക്ഷേ ട്രംപിന്റെ ആ ഒരു പരസ്യ നിർദ്ദേശം പോലും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു വീണ്ടും അവിടെ ആക്രമണം ഇസ്രായേൽ തുടർന്നുകൊണ്ടേ ഇപ്പോഴും ഇരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഗാസ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെയാണ് ഈ വിമർശനം. നിങ്ങൾ ഭയങ്കര നെഗറ്റീവാണെന്നും എപ്പോഴും നെഗറ്റീവായിരിക്കുന്നത് എന്തിനാണെന്നുമാണ് ട്രംപ് രൂക്ഷമായ ഭാഷയിൽ നെതന്യാഹുവിനോട് ചോദിക്കുന്നത്. നിങ്ങൾ ഭയങ്കര നെഗറ്റീവാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷികൾ തമ്മിൽ തർക്കമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ നെതന്യാഹുവിനെ രൂക്ഷമായ ഭാഷയിൽ ട്രംപ് വിമർശിച്ചതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളുടെ നിർണായക ഘട്ടത്തിൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തിൽ ഉയർന്നുവന്നത് കടുത്ത വാക്കുകളാണ്. അതായത് ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധവും നയതന്ത്ര ബന്ധങ്ങളും എപ്പോഴും ഔപചാരികമായും നയപരമായുമായ വാക്കുകളിൽ ഒതുങ്ങണം എന്നില്ല. ഹമാസ് താൽക്കാലിക വെടിനിർത്തൽ കരാറിനായുള്ള US നിർദ്ദേശത്തോട് ഭാഗികമായി അംഗീകാരം അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം അരങ്ങേറിയത്. നിങ്ങൾ എപ്പോഴും ഇത്ര നെഗറ്റീവായിരിക്കുന്നത് എന്തിനാണ്? ഇതൊരു വിജയമാണ്, അത് അംഗീകരിക്കൂ എന്ന് ട്രംപ് നെതന്യാഹുവിനോട് രോഷാകുലനായി പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള സമാധാന ശ്രമങ്ങളെ ഇസ്രായേൽ പ്രധാനമന്ത്രി സംശയത്തോടെ സമീപിച്ചതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഈ സംഭവം കേവലം രണ്ട് നേതാക്കൾ തമ്മിലുള്ള വാഗ്വാദമായിരുന്നില്ല, മറിച്ച് സമാധാന പ്രക്രിയയെക്കുറിച്ചുള്ള രണ്ട് സഖ്യകക്ഷികളുടെ തികച്ചും വിപരീതമായ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമായിരുന്നു. സംഘർഷഭരിതമായ ഗാസ മുനമ്പിലെ സാഹചര്യം ലഘൂകരിക്കുന്നതിനും അവശേഷിപ്പിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ഒരു ചട്ടക്കൂടാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ US അവതരിപ്പിച്ചത്. ഈ നിർദ്ദേശത്തിന് ഹമാസ് ഭാഗിക അംഗീകാരം നൽകിയതിനെ ട്രംപ് ഒരു മുന്നേറ്റമായി കണ്ടു. ഈ ഘട്ടത്തിൽ ഹമാസ് എല്ലാ ബന്ദികളെയും വിട്ടയക്കുന്നതിന് പകരമായി ഇസ്രായേൽ സൈന്യത്തെ ഗാസയുടെ ഭാഗങ്ങളിൽ നിന്ന് പിൻവലിക്കണമെന്നതായിരുന്നു കരാറിന്റെ പ്രധാന വ്യവസ്ഥ. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം തികച്ചും വിഭിന്നമായിരുന്നു. ഹമാസിന്റെ നീക്കത്തെ അദ്ദേഹം തള്ളിക്കളയുകയും ഇതിൽ സന്തോഷിക്കാൻ ഒന്നുമില്ലെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. നെതന്യാഹുവിന്റെ ഈ സംശയത്തിന് ശക്തമായ കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ഹമാസിന്റെ വിശ്വാസ്യതയാണ്. ഒരു ഭീകര സംഘടന എന്ന നിലയിൽ ഹമാസിന്റെ ഉദ്ദേശങ്ങളെയും വാഗ്ദാനങ്ങളെയും ഇസ്രായേൽ എപ്പോഴും സംശയത്തോടെയാണ് കാണുന്നത്. താൽക്കാലിക വെടിനിർത്തൽ ഒരു കെണിയാകുമോ അതോ പുനഃസംഘടിപ്പിക്കാനുള്ള അവസരമായി ഹമാസ് ഇതിനെ ഉപയോഗിക്കുമോ എന്ന ആശങ്ക നെതന്യാഹുവിന് ഉണ്ടായിരുന്നു.
രണ്ടാമത്തേത് ആഭ്യന്തര രാഷ്ട്രീയ വെല്ലുവിളികളാണ്. ബന്ദികളുടെ മോചനം രാജ്യത്ത് ഒരു പ്രധാന വിഷയമായിരുന്നുവെങ്കിലും സൈനിക പിന്മാറ്റം പോലുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് കടുത്ത വിമർശനത്തിന് വഴിയൊരുക്കുമായിരുന്നു. ഏതൊരു വെടിനിർത്തലും താൽക്കാലികമായി മാത്രമേ നെതന്യാഹു കണ്ടിരുന്നുള്ളൂ. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗാസയിലെ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കേണ്ട ഒന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഒരു ഘട്ടത്തിൽ ഒരു വലിയ അന്താരാഷ്ട്ര നയതന്ത്ര വിജയം നേടുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായി നിർണായകമായിരുന്നു. അതുകൊണ്ടാണ് നെതന്യാഹുവിന്റെ നെഗറ്റീവ് സമീപനം അദ്ദേഹത്തെ ഇത്രയധികം പ്രകോപിപ്പിച്ചത്. ഒരു ബിസിനസ്സുകാരന്റെ ലാഭനഷ്ട കണക്കുകളോടെ ട്രംപ് ഈ കരാറിനെ ഒരു വിന്നായി കണ്ടപ്പോൾ നെതന്യാഹു കണ്ടത് ദൂരവ്യാപകമായി സുരക്ഷാ അപകട സാധ്യതകളാണ്. സംഭാഷണത്തിനിടെ വെടിനിർത്തൽ പ്രക്രിയയുടെ പൂർണ്ണ നിയന്ത്രണം തനിക്കാണെന്ന് ട്രംപ് ആവർത്തിച്ചു പ്രസ്താവിച്ചു. സഖ്യകക്ഷികൾ തമ്മിലുള്ള സൗഹൃദമായ ചർച്ചകൾക്കപ്പുറം ഒരു വലിയ രാജ്യത്തിന്റെ നേതാവ് ഒരു ചെറിയ രാജ്യത്തിന്റെ നേതാവിന് മേൽ ചെലുത്തുന്ന നയതന്ത്രപരമായ സമ്മർദ്ദം ഇതിൽ പ്രകടമായിരുന്നു. ട്രംപിന്റെ സംസാര ശൈലിയും ഉപയോഗിച്ച വാക്കുകളും അസാധാരണമാണെങ്കിലും ഈ ഘട്ടത്തിൽ ഒരു കരാർ എത്രമാത്രം അത്യാവശ്യമാണെന്ന് അദ്ദേഹം നെതന്യാഹുവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സുവി വിശ്വനാഥിന്റെ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ഫ്രാൻസിൽ പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലേക്കോർണു രാജിവെച്ചതോടെ രാഷ്ട്രീയ പ്രതിസന്ധി. ഇന്നലെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി 1 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ലേക്കാർണുവിന്റെ പ്രഖ്യാപനം. പ്രധാനമന്ത്രിയായി നിയമിതനായി 1 മാസം തികയുന്നതിന് മുൻപാണ് എല്ലാവരെയും ഞെട്ടിച്ച ഈ നീക്കം. അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഫ്രാൻസിൽ കഴിഞ്ഞ നാളുകളിലൊക്കെയും നമ്മൾ ആഭ്യന്തര പ്രക്ഷോഭം നടക്കുന്നതൊക്കെ കണ്ടു. അതിനുശേഷം ഇപ്പോൾ ഇതാ 1 മാസം തികയുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി തന്റെ പദം രാജിവെച്ചിരിക്കുന്നു. എന്താണ് ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണം? ആര്യ, ഫ്രാൻസിനെ വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കടത്തിവിട്ടുകൊണ്ടാണ് പുതിയ ഈ രാജ്യം എന്ന് പറയുന്നത്. സെബാസ്റ്റ്യൻ ലെകോർണു വെറും 26 ദിവസങ്ങൾ മാത്രമാണ് അധികാരത്തിലിരുന്നത്. അദ്ദേഹം പുതിയ മന്ത്രിസഭയെ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ രാജി എന്നതും ശ്രദ്ധേയമാണ്. സെബാസ്റ്റ്യൻ ലെകോർണു പുതിയ മന്ത്രിസഭയെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പാർലമെന്റിൽ നിന്ന് വലിയ തോതിലുള്ള എതിർപ്പുകൾ ഈ മന്ത്രിസഭയ്ക്കെതിരെ വലിയ കടുത്ത ഭാഷയിൽ തന്നെ വരികയായിരുന്നു. പല പാർട്ടികളും ഈ പാർലമെന്റ് പിരിച്ചുവിടണമെന്നും അതുപോലെ തന്നെ പുതിയ മന്ത്രിസഭയ്ക്കെതിരെ വോട്ട് ചെയ്യുമെന്നും ഒരു ഭീഷണി മുഴക്കിയിരുന്നു. ഈ ഭീഷണികൾ നിലനിൽക്കെയാണ് സെബാസ്റ്റ്യൻ ലെകോർണുവിൻ്റെ രാജി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് രാജിവെച്ചത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നിലവിൽ വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ മന്ത്രിസഭയിലെ ഇപ്പോൾ മുൻപ് നിലനിന്നിരുന്ന മന്ത്രിസഭയിലുള്ള പല പ്രമുഖരെയും നിലനിർത്തിക്കൊണ്ട് വളരെ കുറച്ച് പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഈ പുതിയ മന്ത്രിസഭ രൂപീകരിച്ചത്. ഇത്തരത്തിൽ മുൻപ് ഉള്ള ഈ ഫ്രാൻസിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ അതിനിടയാക്കിയിട്ടുള്ള മുൻ മന്ത്രിസഭയെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഈ പുതിയ നീക്കം അത് വലിയ തോതിലുള്ള ഒരു വിമർശനങ്ങൾ അത് പാർലമെന്റിൽ ശക്തമാക്കിയിരുന്നു. അതുമാത്രമല്ല മാധ്യമങ്ങൾ വഴിയും ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷവും ഫ്രാൻസിലെ പ്രക്ഷോഭങ്ങൾക്ക് തടയിടാനായിട്ട് ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ലോകപ്രശസ്തമായ ഈഫിൽ ടവർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അടച്ചിടുന്ന ഒരു നടപടികളിലേക്ക് ഉൾപ്പെടെ കടന്നിരുന്നു. അതെല്ലാം ഇപ്പോൾ ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നതാണ്. ഈ പ്രക്ഷോഭങ്ങൾക്ക് ഒന്നും തന്നെ തടയിടാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല സാമ്പത്തികമായി എന്ത് തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്താനാണ് ഫ്രാൻസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു വ്യക്തമായിട്ടുള്ള പദ്ധതി ഉണ്ടെന്ന് ആയിരുന്നു സെബാസ്റ്റ്യൻ ലെകോർണു പറഞ്ഞിരുന്നത്. 2026 വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ബജറ്റിൽ ഇത്തരം ഫ്രാൻസിന്റെ പുതിയ ഒരു ചെലവ് ചുരുക്കൽ നയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് വലിയൊരു തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഫ്രാൻസിന്റെ പൊതുകടങ്ങളിൽ നിന്ന് ഒന്ന് മുന്നോട്ട് വരാനുള്ള പല നിർദ്ദേശങ്ങളും ഈ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ള തരത്തിലെല്ലാം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഈ പുതിയ ബജറ്റിന്റെ ഡ്രാഫ്റ്റ് ഉൾപ്പെടെ തയ്യാറാക്കാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ അവകാശവാദം ഉന്നയിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരുന്നതിനിടെയായിരുന്നു ഈ അപ്രതീക്ഷിത രാജി. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ രാജി സ്വീകരിച്ചതായിട്ടാണ് വിവരം. ഇമ്മാനുവൽ മാക്രോൺ തൻ്റെ ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പ്രതിരോധ മന്ത്രിയായിട്ടുള്ള സെബാസ്റ്റ്യൻ
ലക്കവണ്യനെ ഈ പ്രധാനമന്ത്രിയാക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിയ അവകാശവാദത്തോടെയാണ് ഈ പുതിയ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നത്. എന്നാൽ സെബാസ്റ്റ്യൻ പ്രധാനമന്ത്രി ആയപ്പോഴും വിമർശനങ്ങൾ നിലനിന്നിരുന്നു. ഈ ഇമ്മാനുവൽ മാക്രോൺ അപ്പോഴും തൻ്റെ വിശ്വസ്തരെ മാത്രമാണ് ഈ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലാതെ രാജ്യത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള പുതിയ നീക്കങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം വിമർശനം ഉന്നയിച്ചിരുന്നു. ഫ്രാൻസിൽ ഇപ്പോഴും ടിക്ടോക്ക് വഴിയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രചരണം നടത്തി വലിയ തോതിലുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈഫിൽ ടവർ ഉൾപ്പെടെ അടച്ചിടുന്ന സാഹചര്യമുണ്ട്. കനത്ത രീതിയിൽ തന്നെ ഈ പ്രതിഷേധം തുടരുകയാണ്. അതിൻ്റെ ഇടയിലാണ് പൊളിറ്റിക്കലായിട്ടുള്ള ഈ പുതിയ പ്രതിസന്ധി മുന്നോട്ട് നീങ്ങുന്നത്. ആര്യ, യെസ്, അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സീറ്റ് നിർണയ ചർച്ചകൾ വേഗത്തിലാക്കാൻ മുന്നണികൾ. കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയുടെ HAM കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതാണ് NDA നേരിടുന്ന വെല്ലുവിളി. കൂടുതൽ സീറ്റ് എന്ന നിലപാടിൽ നിന്ന് മുകേഷ് സഹ്നിയുടെ പാർട്ടിയായ VIP പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്ത്യ സഖ്യത്തിലും സീറ്റ് ധാരണയായിട്ടില്ല. ജയിച്ചാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമെന്ന സഖ്നിയുടെ ആവശ്യം RJD അംഗീകരിച്ചെങ്കിലും കോൺഗ്രസ് അതിന് തയ്യാറായിട്ടില്ല. അതേസമയം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇന്ന് സുപ്രീം കോടതിയിൽ അന്തിമവാദം നടക്കും. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ER, ഗുഡ് മോർണിംഗ്. ഇവിടെ ഇപ്പോൾ രണ്ട് വിഷയങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഈ ബീഹാറിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നാൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. അതിന് എത്രയോ കാലം മുമ്പേ BJPയും കോൺഗ്രസും കരുത്ത് കാട്ടിക്കൊണ്ടുള്ള വലിയ പ്രചാരണത്തിലേക്ക് കടന്നതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പോലും ഈ സീറ്റ് വിഭജന ധാരണയിലേക്ക് എത്താൻ ഇരു മുന്നണികൾക്കും കഴിയുന്നില്ല. അത് അവരെ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നുണ്ട് എന്നതാണോ സാഹചര്യം? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും ബീഹാറിലെ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2 ഘട്ടമായി വോട്ടെടുപ്പ്. അത് 6-ാം തീയതിയും 11-ാം തീയതിയുമായാണ്, നവംബർ മാസങ്ങളിൽ നടക്കും. അപ്പോൾ ഇനി സ്വാഭാവികമായും ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് പോകാൻ 1 മാസത്തിൽ താഴെ മാത്രമാണ് സമയം. അതിൽ തന്നെ ഒക്ടോബർ 17-നാണ് പത്രിക നൽകാനുള്ള, ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പത്രിക നൽകാനുള്ള അവസാന തീയതി. അങ്ങനെ നോക്കുമ്പോൾ ഇനി 10 ദിവസം മാത്രം. അതിനു മുമ്പ് തന്നെ സീറ്റ് നിർണയ ചർച്ചകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഏതായാലും 2 മുന്നണികൾ എടുക്കുകയാണെങ്കിൽ NDAയിൽ JDUവും BJPയും തമ്മിൽ സീറ്റ് നിർണയത്തിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ 2 മുന്നണികളിലും ചെറു പാർട്ടികളുണ്ട്. പ്രത്യേകിച്ച് 243 അംഗ നിയമസഭയാണ് ബീഹാറിലേത്. ചെറു പാർട്ടികൾ, പ്രത്യേകിച്ച് പല പോക്കറ്റുകളിലും ചെറു പാർട്ടികൾ നിർണായക സ്വാധീനമാണ്. അപ്പോൾ അവരെ തഴഞ്ഞുകൊണ്ടൊരു നീക്കത്തിന് മുന്നണികൾ മുതിരുന്നുമില്ല. അതുതന്നെയാണ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി കൂടിയായ, നിലവിൽ കേന്ദ്രമന്ത്രിയായ ജിതൻ റാം മാഞ്ചിയുടെ HAM അവർ 40 സീറ്റാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ 10 സീറ്റ് തരാം എന്ന നിലപാടിലാണ് ഇപ്പോൾ നിലവിൽ JDUവും BJPയും ഉള്ളത്. ഡൽഹിയിലെത്തി ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹത്തിനാണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തി മാഞ്ചി. പക്ഷേ ആ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. അപ്പോൾ തുടർ ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. ഇത് ഒപ്പം തന്നെ LJP നേതാവായ ചിരാഗ് പാസ്വാൻ 40 സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നിലവിൽ 15 സീറ്റ് ചിരാഗിന് നൽകാമെന്ന ധാരണയിലേക്കാണ്, അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ JDUവും BJPയും എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി ചർച്ചകൾ വേഗത്തിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോഴും അവിടെയും ചെറു പാർട്ടികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നതാണ് പ്രതിസന്ധി. പ്രത്യേകിച്ച് വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, അവർ കഴിഞ്ഞ തവണ 2020 തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് വരെ മഹാസഖ്യത്തിലായിരുന്നു. സീറ്റ് നിർണയ ചർച്ചയിൽ അവർ ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകിയില്ല. BJP അവർക്ക് 11 സീറ്റുകൾ വാഗ്ദാനം ചെയ്തു. അവർ NDAയിൽ പോവുകയും 4 സീറ്റ് അവർ നേടുകയും ചെയ്തു. അതായത് കഴിഞ്ഞ തവണ 15 സീറ്റിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് ഇന്ത്യ സഖ്യം അവിടെ ഭരണത്തിൽ നിന്ന് പുറത്താകുന്നത്. അപ്പോൾ VIP എന്ന് പറയുന്ന ഈ പാർട്ടി ആ വിജയത്തിൽ, NDAയുടെ വിജയത്തിൽ അന്ന് നിർണായക പങ്ക് വഹിച്ചിരുന്നു. അവർ ഇപ്പോൾ നിലവിൽ 60 സീറ്റാണ് ഇന്ത്യ സഖ്യത്തിൽ ആവശ്യപ്പെടുന്നത്. അത്തരം സീറ്റുകൾ നൽകാൻ കഴിയില്ല എന്ന് RJD അറിയിച്ചിട്ടുണ്ട്. പകരം അവർ മുന്നോട്ട് വെച്ച ആവശ്യം, വിജയിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുകേഷ് സാഹ്നിയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യത്തോട് RJD അനുകൂലമാണ്. പക്ഷേ അത് നൽകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രതിസന്ധി. ഒപ്പം ഇടതു പാർട്ടികൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇടതു പാർട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതിൽ തന്നെ CPML 19 സീറ്റിൽ മത്സരിച്ചു, 12 സീറ്റുകളിൽ അവർ വിജയിച്ചു. അവർ ഇത്തവണ ആവശ്യപ്പെടുന്നത് ഏതാണ്ട് 50 സീറ്റാണ്. അതിൽ 25 സീറ്റെങ്കിലും സ്വാഭാവികമായും നൽകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അത് കോൺഗ്രസിൻ്റെയും RJDയിൽ നിന്ന് അക്കൗണ്ടായിരിക്കും ആ സീറ്റുകൾ നൽകേണ്ടി വരിക. ഏതായാലും 25 സീറ്റെങ്കിലും വേണം എന്നൊരു നിലപാടിൽ തന്നെയാണ് ML ഉള്ളത്. അപ്പോൾ ചർച്ചകൾ ഇനി
വിശദമായി നടക്കേണ്ടതുണ്ട്. ഏതായാലും അത് വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് മുന്നണികളുള്ളത്. അതേസമയം തന്നെയാണ് ഇന്ന് ഏതായാലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് അന്തിമവാദം സുപ്രീം കോടതിയിൽ നടക്കുന്നത്. കാരണം SAR നടപ്പാക്കി പുതിയ പട്ടികയൊക്കെ തന്നെ കമ്മീഷൻ പുറത്തിറക്കിയിരുന്നു. പക്ഷേ നേരത്തെ തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടാകുമെങ്കിൽ അത് നടപടി ഉണ്ടാകും, തിരുത്തും എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി എന്തു പറയുന്നു എന്നുള്ളത് ഏതായാലും തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിർണായകമാണ്. ആര്യ. യെസ്, CR രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെയുള്ള ആക്രമണ ശ്രമത്തിൽ പ്രതിഷേധം ശക്തം. സംഭവത്തെ അപലപിച്ച പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസുമായി ഫോണിൽ സംസാരിച്ചു. BJP പ്രചരിപ്പിക്കുന്ന വിദ്വേഷവും ഭിന്നിപ്പുമാണ് അതിക്രമ ശ്രമത്തിന് കാരണമെന്ന് വിമർശിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. വിവിധ അഭിഭാഷക സംഘടനകളും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ അഭിഭാഷകർ പ്രതിഷേധിക്കും. അതേസമയം തന്നെ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇന്നും നിയമസഭ പ്രക്ഷുബ്ധമാകും. ദേവസ്വം മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ടാകും പ്രതിപക്ഷ പ്രതിഷേധം. ചോദ്യോത്തരവേള മുതൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ഇന്നലെയും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ സ്തംഭിച്ചിരുന്നു. സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം നടക്കുന്നതിനാൽ അത് പൂർത്തിയാകും വരെ കാത്തിരിക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. അതേസമയം തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് BJPയും. ക്ലിഫ് ഹൗസിലേക്ക് ഇന്ന് മാർച്ച് നടത്തും. CBI അന്വേഷണം വേണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നുമാണ് BJPയുടെ ആവശ്യം. ശബരിമല സംരക്ഷണം ആവശ്യപ്പെട്ട ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ 12-ാം തീയതി വരെ നാമജപയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ വാർത്തകൾ നോക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള എടുക്കാം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് കൂടി പുനലൂർ മുക്കടവ് ആളുകേറ മലയിലെ കൊലപാതകത്തിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. കൊല്ലപ്പെട്ടത് ആരെന്ന് കണ്ടെത്തണമെന്നും അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ വിടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 2 ആഴ്ചയാകുന്നു പുനലൂരിൽ ചങ്ങലയിൽ ബന്ധിച്ച ശേഷം കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയിട്ട്. കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, നാടിനെ നടുക്കിയ കൊലപാതകം അതിന്റേതായ ഗൗരവത്തിൽ പോലീസ് അന്വേഷിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 23-ാം തീയതി നടന്ന ഈ കൊലപാതകം, ഈ ദാരുണമായ കൊലപാതകം ഇന്നേ വരെയായിട്ടും കണ്ടുപിടിക്കുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത്രയും ദിവസമായി ഇത് അടിയന്തരമായി കണ്ടുപിടിക്കാത്ത പക്ഷം ഞങ്ങൾക്ക് സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും. അടിയന്തരമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഇതിന്റെ എന്താണ് സംഭവം, ആരാണ് മരിച്ചത്, ആരാണ് കൊല ചെയ്യപ്പെട്ടത്, ആരാണ് ഇത് ചെയ്തത്, മരിച്ച ആൾ ആരാണ് എന്ന് ബോധ്യപ്പെടുത്താനും ഈ നാട്ടിലെ ആളുകളുടെ ഭീതി ഒഴിവാക്കാനും ഇത് കഴിയണം. സെപ്റ്റംബർ 23-നാണ് പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മുക്കടവ് പാലത്തിന് സമീപം ചെങ്കുത്തായ മലമുകളിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് അടുത്തുനിന്ന് കീറിയ നിലയിൽ ഒരു ബാഗും അതിലൊരു മിഠായിയും കുറച്ച് നാണയത്തുട്ടുകൾ, ഒഴിഞ്ഞ കന്നാസ്, കുപ്പി, കത്രിക എന്നിവ കണ്ടെടുത്തിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ 40-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള ആളാണെന്നാണ് സ്ഥിരീകരണം. നിലവിൽ പുനലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 20-അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതര സംസ്ഥാനത്തേക്കടക്കം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അന്വേഷണം ഗൗരവമായി എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ന്യൂസ് 18 പുനലൂർ. കൊല്ലം ശാസ്താംകോട്ട മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം വീണ്ടും സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ഭക്തരും ക്ഷേത്ര ഉപദേശക സമിതിയും രംഗത്ത്. 2013-ൽ സ്ഥാപിച്ച കൊടിമരം മാസങ്ങൾക്കുള്ളിൽ ക്ലാവ് പിടിച്ചതിനെ തുടർന്ന് ചെമ്പ് കൊടിമരം പകരം സ്ഥാപിച്ചിരുന്നുവെങ്കിലും യഥാർത്ഥ സ്വർണ്ണ പറകളുടെ അളവും അവയുടെ നിലയും വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. 2013-ൽ ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഭക്തർ സ്വരൂപിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ 6 കിലോ സ്വർണത്തിലായിരുന്നു ശാസ്താംകോട്ട മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരം നിർമ്മിച്ചത്. എന്നാൽ 3 മാസങ്ങൾക്കുള്ളിൽ നിറം മങ്ങിയതോടെ ഭക്തർ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനെ തുടർന്ന് കൊടിമരം മാറ്റി ചെമ്പ് കൊടിമരം താൽക്കാലികമായി സ്ഥാപിച്ചു. ഇതോടെ സ്വർണ്ണപ്പറകൾ ഹരിപ്പാട് ദേവസ്വം സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്വർണ്ണക്കൊടിമരം തിരികെ സ്ഥാപിക്കാനോ പറകൾ ക്ഷേത്രത്തിന് നൽകാനോ
ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. ഇത് ദേവസ്വം ബോർഡിൻ്റെ സ്റ്റോർ റൂമിൽ വെച്ച് പൂട്ടാനോ അല്ലെങ്കിൽ ചാക്കിനകത്ത് കെട്ടി വെക്കാനോ ഉള്ളതല്ല. ഇവിടുത്തെ ഭക്തജനങ്ങളുടെ സ്വർണം അത് ശാസ്താംകോട്ട ധർമ്മശാസ്താവിന് ദേവസ്വം ബോർഡ് കയ്യിൽ നിന്ന് ഇവിടുത്തെ ഭക്തജനങ്ങൾ പണം നൽകി വാങ്ങിച്ച സ്വർണ്ണമാണ്. ഇത് ദേവസ്വം ബോർഡിൻ്റെ ഹരിപ്പട്ടെ സ്ട്രോങ് റൂമിലോ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്കോ കൈകാര്യം ചെയ്യാനുള്ളതല്ല. ഇത് ശാസ്താംകോട്ട ധർമ്മശാസ്താവിൻ്റെ മുന്നിൽ തന്നെ നിൽക്കാനുള്ള സ്വർണ്ണപ്പറകളാണ്. അത് എത്രയും പെട്ടെന്ന് ശബരിമലയെ പോലെയുള്ള വലിയ ഒരു കൊള്ളയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ശബരിമലയിൽ 4 കോടി രൂപയാണ് അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 6.5 കോടി 7 കോടി രൂപ അഴിമതി നടത്തിയിട്ടുള്ളതാണ്. 2022 ദേവസ്വം വിജിലൻസ് പരിശോധന നടത്തി സ്വർണ്ണപ്പറകൾക്ക് നിറഭേദം വന്നതായി റിപ്പോർട്ട് നൽകിയിരുന്നു. ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരിക്കുന്നതായി പറയുന്ന സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്തി തിരികെ എത്തിക്കണം എന്നതാണ് ക്ഷേത്ര ഉപദേശക സമിതി ആവശ്യപ്പെടുന്നത്. സ്വർണ്ണക്കുടിമരം സ്ഥാപിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാർ ഭക്തജനങ്ങൾ ഭഗവാന് സമർപ്പിച്ച 6 കിലോ സ്വർണം അത് ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒന്നും സ്വർണ്ണക്കുടിമരത്തിനായാലും അല്ല, അതിപ്പോൾ ഒരിക്കൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അത് എത്രയായാൽ തന്നെയും ആ സ്വർണം നമ്മൾ ശാസ്താംകോട്ട ക്ഷേത്രത്തിന് അർഹതപ്പെട്ടതാണ്. എത്രയും വേഗം കൃത്യമായ അന്വേഷണം നടത്തി സ്വർണ്ണക്കൊടിമരം ക്ഷേത്രത്തിൽ തിരികെ സ്ഥാപിക്കണം എന്നതാണ് ഭക്തരുടെ ആവശ്യം. ന്യൂസ് 18 കൊല്ലം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്ഥലപരിമിതിയിൽ നട്ടം തിരിയുന്ന തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന് താൽക്കാലിക ആശ്വാസമെന്ന നിലയിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പഞ്ചായത്ത് കെട്ടിടത്തോട് ചേർന്ന് തന്നെയാണ് പുതിയ 2 മുറി കെട്ടിടവും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സൗകര്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ചുരുങ്ങിയ ചെലവിൽ ഒരു ചെറിയ ഓഫീസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരർത്ഥത്തിൽ വലിയ ഓഫീസിന്റെ ആവശ്യമില്ല. കാരണം ഓഫീസിന് ജീവനക്കാർക്ക് മാത്രം പണിയെടുക്കാനുള്ളതാണ്. നാട്ടുകാരും ഇനി കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും മുനിസിപ്പൽ ഓഫീസിലും കയറേണ്ട ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ് പറയണമെന്നറിയാം. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ നടക്കേണ്ട എല്ലാ കാര്യവും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇരുന്നിടത്തിരുന്ന് നടത്താം. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഇരിക്കാനുള്ള മുറികളാണ് നിർമ്മിച്ചത്. മുൻപ് പഞ്ചായത്തിൽ ഓഫീസ് കഴിഞ്ഞാൽ ആകെ 2 മുറികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും മെമ്പർമാരും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുറ്റത്തുമൊക്കെയാണ് കഴിഞ്ഞുകൂടിയത്. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായതോടെ സ്ഥലപരിമിതിക്ക് താൽക്കാലിക ആശ്വാസമാകും. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19.66 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് മുതുതലയിൽ കുട്ടികൾക്കായി കളിക്കളം ഒരുങ്ങുന്നു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് മുതുതല പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നവീകരണം നടത്തുന്നത്. 1 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലക്കാട് മുതുതല പഞ്ചായത്തിലെ കായിക താരങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് സഫലമാകാൻ പോകുന്നത്. മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ കളിക്കളം നവീകരിച്ച് ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കായികക്ഷമത കൈവരിക്കുന്നതിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക, അതുതന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചും അതാണ് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കുന്നത്. വ്യത്യസ്തങ്ങളായുള്ള നിരവധി പദ്ധതികൾ നമ്മൾ വേറെയുണ്ട്. ഇപ്പോൾ രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം കേരളമാണ് പുറത്തിറക്കുക. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ തന്നെ ഒരു കായിക നയം പുറത്തിറക്കുന്നത്. സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കിയത് നമ്മളാണ്, കേരളത്തിലാണ്. ഈ മേഖലയിൽ കായിക മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നാണ് സ്പോർട്സ് എക്കോണമി കൊണ്ട് നമ്മൾ പ്രധാനമായി ഉദ്ദേശിച്ചത്. കായിക വകുപ്പിന്റെ 50 ലക്ഷം രൂപയും മുഹമ്മദ് മുഹ്സിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും വകയിരുത്തി 1 കോടി രൂപ ചെലവിലാണ് ഗ്രൗണ്ട് നവീകരിക്കുന്നത്. 6 മാസത്തിനകം പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ഓച്ചിറയിൽ നടന്ന സംസ്ഥാന ലങ്കാടി ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിൽ കാസർഗോഡ് ജില്ലയ്ക്ക് ഇരട്ട കിരീട നേട്ടം. അഭിമാനകരമായ ഈ നേട്ടം കൈവരിച്ച ടീം അംഗങ്ങൾക്കും പരിശീലകർക്കും സ്വീകരണം നൽകി. ജില്ലാ ലങ്കാടി അസോസിയേഷനാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ M. മനു,
തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, എം രജീഷ് ബാബു, ലങ്കാടി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി വി ചന്ദ്രദാസ്, സെക്രട്ടറി എം വി അശോകൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ടീം അംഗങ്ങളെ സ്വീകരിച്ചത്. കാസർഗോഡ് ചെറുവത്തൂർ കണ്ണാടിപ്പാറയിൽ റോഡരികിൽ മാലിന്യം കുന്നുകൂടുന്നു. യാത്രക്കാർ വലിച്ചെറിയുന്ന മാലിന്യം സമീപത്തെ കുടുംബങ്ങൾക്ക് വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ്. ചെറുവത്തൂർ പിലിക്കോട് പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായതിനാൽ ഇരു പഞ്ചായത്തുകളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയാണ്. ചെറുവത്തൂർ ചീമേനി റോഡിൽ തിമിരി ബാങ്ക് കഴിഞ്ഞ് മുത്തപ്പൻ മടപ്പുര വരെയുള്ള ഭാഗത്താണ് വലിയ തോതിൽ മാലിന്യം തള്ളുന്നത്. കാൽനട യാത്രക്കാരും വാഹനങ്ങളിലെത്തിയും പലപ്പോഴായി തള്ളിയ മാലിന്യം റോഡരികിലും ഓവുചാലിലും കുമിഞ്ഞുകൂടുന്ന സ്ഥിതിയാണ്. വർഷങ്ങളായി റോഡിന് പുറത്തും കുറ്റിക്കാട്ടിലും മാലിന്യം കൊണ്ട് തള്ളുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് റോഡിലേക്കും വലിച്ചെറിയുകയാണ്. വീടുകളിൽ നിന്നുള്ള അടുക്കള മാലിന്യവും കുട്ടികളുടെ നാപ്കിനുകളും കടകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളുമെല്ലാം ചെറുതും വലുതുമായ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി റോഡരികിൽ തന്നെ തള്ളിയിട്ടുണ്ട്. പ്രഭാത സവാരി നടത്തുന്നവർ വീടുകളിൽ നിന്നുള്ള മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നുണ്ടോ എന്ന സംശയവും പ്രദേശവാസികൾക്കുണ്ട്. സമീപത്ത് CCTV ക്യാമറ ഇല്ലാത്തതിനാൽ മാലിന്യം തള്ളുന്നവരെ കൃത്യമായി കണ്ടെത്തുന്നതിനും തടസ്സമുണ്ട്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ പ്രദേശത്ത് CCTV ക്യാമറ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ചെറുവത്തൂർ. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത സൗകുമാര്യമുള്ള മുഖമാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടികളിൽ ഒരാളായ സുകുമാരി, അല്ലേ? അപ്പോൾ സുകുമാരിയുടെ കഥാപാത്രങ്ങൾ ഒക്കെ ഓർത്തെടുത്തുകൊണ്ട് സുകുമാരിയുടെ ഓർമ്മയ്ക്കായി ഒരു മ്യൂസിയം സജ്ജമാക്കിയിരിക്കുകയാണ്. നൂറുൽ ഇസ്ലാം സർവകലാശാലയിലാണ് ഈ ഓർമ്മ മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് വിശേഷങ്ങൾ കാണാം. സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജിയുടെ 1ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മ്യൂസിയം ഒരുക്കിയത്. വെളിത്തിരയിൽ 1/4 നൂറ്റാണ്ടിലധികം നിറഞ്ഞു നിന്ന സുകുമാരിയുടെ ഓർമ്മകൾ പറയുന്നതാണ് മ്യൂസിയം. സിനിമ, നാടകം, ടെലിവിഷൻ എന്നീ രംഗങ്ങളിൽ സുകുമാരി ചെയ്ത വേഷങ്ങൾ, പത്മശ്രീ ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ, ഓർമ്മ ചിത്രങ്ങൾ, വ്യക്തിഗത വസ്തുക്കൾ എന്നിവയെല്ലാം മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സുകുമാരി എന്ന പ്രതിഭയുടെ മുദ്ര പതിഞ്ഞ ജീവിതം വരും തലമുറയ്ക്കായി സമർപ്പിക്കാൻ നൂറുൽ ഇസ്ലാം സർവകലാശാലയിലെ 7 ഏക്കറിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മ്യൂസിയത്തിന് പുറമെ സിനിമാ വിദ്യാർത്ഥികൾക്ക് ഏരീസ് ഗ്രൂപ്പിന്റെ 120 സീറ്റിംഗ് മൾട്ടിപ്ലക്സ് തിയേറ്റർ, ഡബ്ബിംഗ് ആൻഡ് എഡിറ്റിംഗ് സ്യൂട്ട്, ട്യൂൺസ് ഇൻക്യുബേഷൻ സെന്റർ, VFX ആനിമേഷൻ സ്റ്റുഡിയോ, അത്യാധുനിക പഠനമുറികൾ ഉൾപ്പെടെ സജ്ജമാക്കും. ഭരതനാട്യം അഭ്യസിച്ചു തുടങ്ങിയ ബാല്യം മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലായി 1000-ലധികം സിനിമകളിൽ നിറഞ്ഞ അഭിനയ ജീവിതത്തിന്റെ നാൾ വഴികളും ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെടും. മ്യൂസിയത്തിന്റെ 1ാം ഘട്ട പ്രവർത്തനവും അത്യാധുനിക ഡബ്ബിംഗ് എഡിറ്റിംഗ് സ്യൂട്ടിന്റെ ഉദ്ഘാടനവും നടൻ സുരേഷ് കൃഷ്ണ നിർവഹിച്ചു. ചേച്ചിയുടെ പേരിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു മൾട്ടിമീഡിയ സ്കൂളിന്റെ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. വന്നപ്പോൾ ചേച്ചിയുടെ ഒരുപാട് കളക്ഷൻസ് ഇവർ കളക്ട് ചെയ്തിട്ട് ഇവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നു. അത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒത്തിരി ഓർമ്മകൾ, ചേച്ചിയുടെ കൂടെയുള്ള ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ എന്താ പറയുക വന്ന് കയറി വരുമായിരുന്നു. നിംസിൽ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ സുകുമാരി നിംസ് മെഡിസിറ്റിക്ക് നൽകിയതാണ് പത്മശ്രീ ഉൾപ്പെടെയുള്ള ബഹുമതികളും പുരസ്കാരങ്ങളും. സുകുമാരിയുടെ കൈപ്പടയിലെ ഡയറികൾ, ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, വാച്ചുകൾ, മേക്കപ്പ് ബോക്സുകൾ, ബാഗുകൾ, എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേനയും ഇരിപ്പിടവും പ്രശംസാ പത്രങ്ങൾ തുടങ്ങിയവയും ഇവിടെ കാണാൻ കഴിയും. ന്യൂസ് 18 തിരുവനന്തപുരം. പുനലൂർ നഗരസഭയിൽ സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ ഗോഡൌൺ സ്ഥാപിക്കും. സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ ജീവനക്കാരും പുനലൂർ നഗരസഭാ ജീവനക്കാരും സ്ഥലത്ത് പരിശോധന നടത്തി. പുനലൂർ നഗരസഭയുടെ വട്ടപ്പടിയിലുള്ള 9 ഏക്കർ ഭൂമിയിൽ നിന്നും 2.5 ഏക്കർ പദ്ധതിക്കായി അനുവദിച്ചിരുന്നു. ഈ ഭൂമി 30 വർഷത്തേക്ക് പാട്ടവ്യവസ്ഥയിലാണ് കൈമാറുന്നത്. സ്ഥല പരിശോധനയ്ക്ക് സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ എറണാകുളം റീജിയണിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പരിശോധന കഴിഞ്ഞ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ അംഗീകാരം നമ്മൾ ഇപ്പോൾ
യഥാർത്ഥത്തിൽ നഗരസഭ ഈ 30 വർഷത്തേക്ക് ഇത് പാട്ടത്തിന് കൊടുക്കുന്നതിനുള്ള എഗ്രിമെന്റ് ഒക്കെ അംഗീകരിച്ചു കഴിഞ്ഞു. ലീസിന് കൊടുക്കുന്നതിന് ഒക്കെ അംഗീകരിച്ചു. 30 വർഷം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നഗരസഭയ്ക്ക് ഏറ്റെടുത്ത് നടത്താം. അല്ല, ഇവർക്ക് തന്നെ വീണ്ടും വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ആ ലീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നടക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അത് മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞതുപോലെ 30 വർഷം എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാലാവധി പറഞ്ഞിരിക്കുന്നത്. നിർദ്ദിഷ്ട സ്ഥലത്ത് 50,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഗോഡൌൺ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്തും. ഇവിടെ നിർമ്മിക്കുന്ന ഗോഡൌൺ സപ്ലൈകോ, ബിവറേജസ് കോർപ്പറേഷൻ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വാടകയ്ക്ക് നൽകും. ഗോഡൌൺ യാഥാർത്ഥ്യമാകുന്നതോടെ പുനലൂർ വട്ടപ്പടിയിൽ 100 കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ സാധ്യതകളും ഉണ്ടാകും. ന്യൂസ് 18 പുനലൂർ. ക്ഷമിക്കണം. ചികിത്സാ സഹായം തേടുകയാണ് തൃശൂർ ചാവക്കാട് സ്വദേശിയായ ഷാഫി അസീസ്. ഇരുവൃക്കകളും തകരാറിലായ ഷാഫിക്ക് വൃക്ക മാറ്റിവെക്കുകയാണ് ഇനി മുന്നിലുള്ള ഏക പോംവഴി. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്നതാണ് ഷാഫിയുടെ കുടുംബം. ഇത് ഷാഫി അസീസ്. കഴിഞ്ഞ 17 വർഷമായി പ്രമേഹവും അനുബന്ധ രോഗങ്ങളുമായി ചികിത്സയിലാണ് ഷാഫി. കഴിഞ്ഞ 8 മാസത്തോളമായി ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ്. വൃക്ക മാറ്റിവെക്കുക മാത്രമാണ് മുന്നിലുള്ള പോംവഴി. ഭാര്യ വൃക്ക നൽകാൻ സന്നദ്ധയാണെങ്കിലും ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ ഇതിനായി വേണ്ടിവരും. ഭാര്യയും 2 കുട്ടികളുമടങ്ങുന്ന ഷാഫിയുടെ കുടുംബം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായി വരുമാന മാർഗങ്ങളൊന്നുമില്ല. ബാങ്കിൽ സ്വന്തമായി നിക്ഷേപവുമില്ല ഈ കുടുംബത്തിന്. അടുത്ത സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഞാൻ ഗുരുവായൂർ നഗരസഭയുടെ 4ാം വാർഡിലെ കൗൺസിലറാണ്. എൻ്റെ വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷാഫി അസീസ് എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത്. അദ്ദേഹം 17 വർഷമായി ഡയബറ്റിക് പേഷ്യൻ്റാണ്. അദ്ദേഹത്തിൻ്റെ 2 വൃക്കകളും തകരാറിലാണ്. അത് പൂർണ്ണമായും മാറ്റിവെക്കുക എന്നുള്ള സംവിധാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ജോലിക്ക് പോകാനോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥയാണ്. ഭാര്യയും 2 കുഞ്ഞു മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. നിങ്ങളാൽ കഴിയുന്ന ഒരു ധനസഹായം അദ്ദേഹത്തിന് വേണ്ടി ചെയ്താൽ നമുക്ക് വിജയകരമായി അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കാൻ സാധിക്കും. സുമനസ്സുള്ള എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലാണ് ഷാഫിയുടെ ചികിത്സ. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തുന്നുണ്ട്. തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ഈ കുടുംബത്തിനു മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. മറ്റുള്ളവരുടെ കാരുണ്യമുണ്ടായാൽ മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്നതാണ് അവസ്ഥ. സ്വന്തം സാഹചര്യം മറ്റുള്ളവരെ അറിയിക്കാൻ ഷാഫി ആദ്യം മടിച്ചെങ്കിലും ഇനി മുന്നിൽ മറ്റൊരു പോംവഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് സഹായത്തിനായി അപേക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിർധനരായ കുടുംബമാണ്. ഈ ഷാഫിയുടെ ആരോഗ്യനില മെച്ചപ്പെടാതെ ഷാഫിയാണ് ആ വീടിൻ്റെ ഏക അത്താണി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കുടുംബത്തിന്, കുഞ്ഞുങ്ങൾക്കൊന്നും ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ സുമനസ്സുകൾ എല്ലാവരും സഹായിക്കുക. നമുക്ക് ഇത്തരം മനുഷ്യരെ ഒപ്പം ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാം, അല്ലേ? മടങ്ങിയെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും വീണ്ടും രാവിലെയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ചില ലോകവിശേഷങ്ങളൊന്ന് കാണാം. റഷ്യ അവരുടെ അത്യാധുനിക ജെറ്റ് എഞ്ചിനുകൾ പാകിസ്ഥാന് വിൽക്കുകയാണോ എന്ന ചോദ്യം ഉയരുകയാണ്. റഷ്യ ഇന്ത്യയുടെ അപേക്ഷകൾ അവഗണിച്ച് പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത JF-17 യുദ്ധവിമാനങ്ങൾക്ക് അത്യാധുനിക എഞ്ചിനുകൾ വിതരണം ചെയ്യാൻ മുന്നോട്ട് പോയെന്ന് കോൺഗ്രസ് അവകാശവാദത്തിന് പിന്നിലെ വിവാദം എന്താണ് എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിന് റഷ്യ നൽകിയ മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. സുവി വിശ്വനാഥൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റഷ്യ അവരുടെ അത്യാധുനിക ജെറ്റ് എഞ്ചിനുകൾ പാകിസ്ഥാന് വിൽക്കുകയാണോ? ഇന്ത്യയുടെ ദീർഘകാലത്തെയും വിശ്വസ്തവുമായ സഖ്യകക്ഷിയായ റഷ്യ ഇന്ത്യയുടെ അപ്പീലുകൾ അവഗണിച്ച് പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത JF-17 യുദ്ധവിമാനങ്ങൾക്ക് അത്യാധുനിക എഞ്ചിനുകൾ വിതരണം ചെയ്യാൻ മുന്നോട്ടു പോയെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടതിനെ തുടർന്നാണ് ഈ ചോദ്യം ഉയർന്നത്. അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കിടയിൽ വിശ്വസ്ത സൗഹൃദങ്ങൾക്കും തന്ത്രപരമായ സഖ്യങ്ങൾക്കും വലിയ സ്ഥാനമുണ്ട്.
പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് ദശാബ്ദങ്ങളുടെ ചരിത്രമുള്ള, പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ട ഒരു സൗഹൃദമാണ്. എന്നാൽ ഈ ബന്ധത്തിൽ പോലും വിള്ളലുകൾ വീഴാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ? ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അടുത്തിടെ ഉന്നയിച്ച ഒരു ആരോപണം ഈ ചോദ്യം വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത JF-17 പോർ വിമാനങ്ങൾക്കായി റഷ്യ തങ്ങളുടെ അത്യാധുനിക RD-93 MA എഞ്ചിനുകൾ വിതരണം ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടോ? ഈ ആരോപണം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടാനുള്ള പ്രധാന കാരണം ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് എന്നതാണ്. ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ഉന്നതതല കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഉയർന്നുവന്ന ഈ അവകാശവാദങ്ങളെ റഷ്യൻ ഭരണകൂടം ദുരുദ്ദേശപരവും അടിസ്ഥാനരഹിതവുമെന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത പ്രതിരോധ പങ്കാളി പാകിസ്ഥാന് സൈനിക സഹായം നൽകാൻ മുതിർന്നാൽ അത് ഇന്ത്യ റഷ്യ ബന്ധത്തിൽ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും? പാകിസ്ഥാന് ജെറ്റ് എഞ്ചിനുകൾ നൽകാനുള്ള റഷ്യയുടെ നീക്കം കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിലെ പ്രധാന ആരോപണങ്ങൾ ഇവയായിരുന്നു. എഞ്ചിന്റെ പ്രാധാന്യം. പുതിയ ബ്ലോക്ക് 3 വകഭേദത്തിലുള്ള JF-17 വിമാനങ്ങളിൽ നവീകരിച്ച RD-93 MA എഞ്ചിനുകൾ ഉപയോഗിക്കുമെന്നും ഈ വിമാനങ്ങളിൽ PL-15 മിസൈലുകൾ ഘടിപ്പിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ മിസൈലുകൾ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള മുൻ സംഘർഷങ്ങളിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. 2025 ജൂണിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ നേരിട്ടിടപെട്ടിട്ടും റഷ്യ ഈ കരാറുമായി മുന്നോട്ടു പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിഗത ബ്രാൻഡ് നയതന്ത്രത്തിന്റെ പരാജയമാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് S-400 മിസൈൽ സംവിധാനങ്ങൾ വാങ്ങുകയും Su-57 സ്റ്റെൽത്ത് പോർ വിമാനങ്ങൾക്കായി ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന സമയത്താണ് ഈ നീക്കം എന്നതും ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ കേവലം ഒരു പ്രതിരോധ ഇടപാടിനെ കുറിച്ചുള്ള ആശങ്ക മാത്രമല്ല, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ചോദ്യം കൂടിയാണ്. പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുന്നതിനാൽ മോദി ഭരണകൂടം പരാജയപ്പെട്ടുവെന്നും പാകിസ്ഥാൻ നേതാക്കളെ അമേരിക്കയും റഷ്യയും ഒരുപോലെ പ്രീണിപ്പിക്കുന്നുവെന്നും കോൺഗ്രസ് വിമർശിച്ചു. ചൈനയിലൂടെയുള്ള റഷ്യൻ എഞ്ചിനുകൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന JF-17 പോർ വിമാനങ്ങൾ റഷ്യൻ നിർമ്മിത RD-93 ടർബോഫാൻ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് എന്നത് സത്യമാണ്. ഇത് MiG-29 പോർ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ക്ലിമോവ് RD-33 എഞ്ചിന്റെ ഒരു വകഭേദമാണ്. എന്നാൽ പാകിസ്ഥാൻ ഈ എഞ്ചിനുകൾ നേരിട്ട് റഷ്യയിൽ നിന്നല്ല വാങ്ങുന്നത്. യഥാർത്ഥത്തിൽ റഷ്യ, ചൈന, പാകിസ്ഥാൻ ത്രിരാഷ്ട്ര കരാറിന്റെ അടിസ്ഥാനത്തിൽ 2000ന്റെ തുടക്കം മുതൽ റഷ്യ ഈ എഞ്ചിനുകൾ പൂർണ്ണമായി അസംബിൾ ചെയ്ത് ചൈനയ്ക്ക് നൽകുന്നുണ്ട്. ചൈനയാണ് ഈ എഞ്ചിനുകൾ JF-17 വിമാനങ്ങളിൽ ഘടിപ്പിച്ച് പാകിസ്ഥാന് കൈമാറുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന RD-93 MA എന്ന നവീകരിച്ച എഞ്ചിൻ നേരിട്ട് പാകിസ്ഥാന് നൽകാനുള്ള ശ്രമം ഇന്ത്യക്ക് നൽകിയിട്ടുള്ള പഴയ ഉറപ്പുകളുടെ ലംഘനമായാണ് കണക്കാക്കപ്പെടുന്നത്. ദുരുദ്ദേശപരമായ കിംവദന്തികൾ എന്നാണ് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ഉയർന്നയുടൻ തന്നെ റഷ്യ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. റഷ്യൻ ഭരണകൂടത്തിലെയും നയതന്ത്രജ്ഞരിലെയും ഉന്നത വൃത്തങ്ങൾ ഈ വാർത്തകളെ ദുരുദ്ദേശപരവും അടിസ്ഥാനരഹിതവും എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യക്കും റഷ്യയ്ക്കുമിടയിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് ദോഷകരമായ ഒരു പ്രതിരോധ ഉപകരണങ്ങളും പാകിസ്ഥാന് വിതരണം ചെയ്തില്ല എന്ന സുപ്രധാന ധാരണയുണ്ടെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദപരമായ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വ്യാജ വാർത്തകളാണ് ഇതെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ഒരു റഷ്യൻ ഉദ്യോഗസ്ഥൻ ഇന്ത്യയെ അസ്വസ്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു സഹകരണവും പാകിസ്ഥാനുമായി റഷ്യക്കില്ല എന്ന് പ്രതികരിച്ചു. ഇന്ത്യയുമായി ഭാവിയിൽ വരാനിരിക്കുന്ന വലിയ പ്രതിരോധ കരാറുകളെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇത്തരം റിപ്പോർട്ടുകൾ യുക്തിരഹിതമെന്ന് തോന്നുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സുവി വിശ്വനാഥിന്റെ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടിരുന്നു ഈ എവറസ്റ്റിൽ വൻ ഹിമപാതം എന്നുള്ളൊരു വാർത്ത, 1000-ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വാർത്തയൊക്കെ വന്നിരുന്നു. നേപ്പാളിൽ അതേസമയം തന്നെ മഴക്കെടുതിയിൽ മരണസംഖ്യ ഉയരുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നേപ്പാൾ അതിർത്തിക്ക് സമീപം കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുകളും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായി. നമുക്ക് റിപ്പോർട്ട് കാണാം. ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് നേപ്പാൾ എന്ന നമ്മുടെ അയൽരാജ്യം കടന്നു പോകുന്നത്. മഴയും
മഴക്കെടുതിയിലും മറ്റും ഇതുവരെ 47 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നേപ്പാൾ അതിർത്തിക്ക് സമീപം കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ മഹാകെടുതി അനുഭവിക്കുകയാണ്. മരണസംഖ്യ ഓരോ നിമിഷവും ഉയരുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ, നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി വലിയ സഹായം നേപ്പാളിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റോഡുകൾ തടസ്സപ്പെടുന്നു, പാലങ്ങൾ ഒലിച്ചു പോകുന്നു. ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്നുള്ള കിഴക്കൻ ഇലാം ജില്ലയിലെ വിവിധയിടങ്ങളിൽ 35-ലധികം മരണം ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ നിരവധി ആളുകളെ കാണാതായതായും റിപ്പോർട്ടുണ്ട്. അത് മാത്രമല്ല, ഇടിമിന്നലുണ്ട്. നേപ്പാൾ സൈന്യവും നേപ്പാൾ പോലീസും APF ഉദ്യോഗസ്ഥരുമൊക്കെ രക്ഷാപ്രവർത്തനം തുടരുന്ന പശ്ചാത്തലം ഉണ്ട്. ഇതിനിടയിലാണ് നമുക്കറിയാം, പർവ്വതാരോഹകരുടെ, സാഹസിക ഇഷ്ടപ്പെടുന്നവരുടെ, ട്രക്കിങ്ങിനും മറ്റും പോകുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് എവറസ്റ്റ് കൊടുമുടി. അവിടെയുണ്ടായ ശക്തമായ ഹിമപാതത്തെ തുടർന്ന് ടിബറ്റിനോട് ചേർന്ന കിഴക്കൻ ചരിവിൽ ഏതാണ്ട് 1000-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇവരിൽ 100 കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തി ബേസ് ക്യാമ്പിലേക്ക്, സുരക്ഷിത സ്ഥാനത്തേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും കൂടുതൽ ആളുകൾ ഇപ്പോഴും വലിയ തോതിലുള്ള ആശങ്കാകുലരായി അവിടെ കഴിയുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ കനത്ത മഞ്ഞുവീഴ്ചയാണ് ഈ പ്രദേശങ്ങളിൽ. അവിടെ പല ക്യാമ്പ് സൈറ്റുകളുണ്ട്. ഈ ക്യാമ്പ് സൈറ്റുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇവിടെ പ്രവേശനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 4900 മീറ്റർ, 16000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തേക്കുള്ള പാതകളിലെ മഞ്ഞ് നീക്കം ചെയ്യാനായി 100 കണക്കിന് രക്ഷാപ്രവർത്തകരെയും പ്രദേശവാസികളെയും വിന്യസിച്ചു എന്നാണ് നേപ്പാൾ അധികൃതർ വ്യക്തമാക്കുന്നത്. ചൈനീസ് മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട്. ഇതുവരെ 350ഓളം ട്രക്കർമാർ കുഡാങ്ങിലെ ടൗൺഷിപ്പിൽ സുരക്ഷിതമായി എത്തി എന്നൊക്കെയുള്ള വിവരമുണ്ട്. ബാക്കിയുള്ള 500-ലധികം ആളുകളുമായുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള കഠിന ശ്രമം നടത്തുന്നതായാണ് ചൈനീസ് സെൻട്രൽ ടെലിവിഷൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത, ചൈനയിൽ 8 ദിവസം ദേശീയ അവധിയായതിനാൽ എവറസ്റ്റിന്റെ താഴ്വരയിലേക്ക് 100 കണക്കിന് സന്ദർശകർ, അതായത് സന്ദർശകരുടെ എണ്ണം സാധാരണ ഈ സമയത്ത് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഈ മോശം കാലാവസ്ഥ വില്ലനായത്. വെള്ളിയാഴ്ച വൈകുന്നേരം മഞ്ഞുവീഴ്ച ആരംഭിച്ചു അവിടെ. ശനിയാഴ്ച മുഴുവൻ അതിശക്തമായ മഞ്ഞുവീഴ്ച അവിടെ അനുഭവപ്പെട്ടു. ടിൻഗ്രി കൗണ്ടി ടൂറിസം കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ടൂറിസം കമ്പനികളുണ്ട്. അതിൽ ഒഫീഷ്യലായി ഇപ്പോൾ ചില വിവരങ്ങൾ കൈമാറുന്നത് ടിൻഗ്രി കൗണ്ടി എന്ന ഒരു കമ്പനിയാണ്. അവർ പറയുന്നത് ഈ ശക്തമായ മഞ്ഞുവീഴ്ചയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ കാരണമായത്. എവറസ്റ്റ് സീനിക് ഏരിയയിലേക്കുള്ള ടിക്കറ്റ് വിൽപ്പനയും പ്രവേശനവും മറ്റും പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എവറസ്റ്റിൻ്റെ വടക്കൻ ഭാഗത്ത് ട്രക്കിംഗ് നടത്തുന്നവരെ ഹിമപാതം ബാധിച്ചിട്ടുണ്ടോ എന്ന വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം അവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ പ്രദേശത്തൊരു പ്രത്യേകതയുണ്ട്, ഇവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാം. അതിനാൽ പതിവായി നിരവധി വിനോദസഞ്ചാരികൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരാറുണ്ട്. ഇന്ത്യൻ മൺസൂൺ അവസാനിക്കുന്ന ഒക്ടോബർ മാസം ഈ സഞ്ചാരികളുടെ ഒരു പീക്ക് സീസൺ കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ, 10000-കണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് എത്തും. എവറസ്റ്റിൻ്റെ കിഴക്കൻ മുഖത്തേക്ക് പോകുന്ന ഈ കർമ്മ താഴ്വരയൊക്കെ ഉണ്ട്. അവിടെയും അതിശക്തമായ മഞ്ഞുവീഴ്ച റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. മിക്ക ഈ പർവ്വതാരോഹരും ഈ വടക്കൻ മുഖമാണ്. കാരണം എവറസ്റ്റിലേക്ക് കയറാൻ വളരെ എളുപ്പമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ വടക്കൻ മുഖം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വടക്കൻ മുഖത്തുകൂടിയാണ് ആളുകൾ പലരും അങ്ങോട്ട് ട്രക്കിംഗ് നടത്തുന്നവരോ കയറുന്നത്. അവിടെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ട്. റോഡുകളും നടപ്പാതകളും തടസ്സപ്പെട്ടു. മുകളിലേക്ക് കയറിയവർക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത തരത്തിൽ പലരും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ 100 കണക്കിന് ആളുകൾ ഈ ചെരിവുകളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. ടിബറ്റിലെ ബ്ലൂ സ്കൈ റെസ്ക്യൂ ടീമിന് അടക്കം ഇതുമായി ബന്ധപ്പെട്ട കോളുകൾ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ടെൻറ്റുകൾ തകർന്നു എന്ന വിവരമുണ്ട്. ചിലർ ഇതുമായി ബന്ധപ്പെട്ട ചില അസുഖബാധിതരാണ് എന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ള വിവരമാണ് ഇവർ കൈമാറുന്നത്. എവറസ്റ്റ് ഒട്ടും കാണാൻ പറ്റാത്ത ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. 10-ലധികം ആളുകൾ ഒരു ടെൻറ്റിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ടെൻറ്റുകളിലൊക്കെ 10-ലധികം ആളുകൾക്ക്, 10ഓളം ആളുകൾ കിടക്കാൻ സാധിക്കുന്ന സ്ഥലമാണ്. അവിടെ ഉറങ്ങാൻ പോലും പറ്റാത്ത പശ്ചാത്തലത്തിലാണ് തങ്ങളിൽ പലരുമെന്നാണ് ഈ രക്ഷാസംഘത്തിന് നൽകുന്ന ഫോൺ കോളുകളിലൊക്കെ ഇവർ വ്യക്തമാക്കുന്നത്. ഓരോ 10 മിനിറ്റിലും ഈ മഞ്ഞ് വല്ലാതെ നീക്കം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അത്രത്തോളം മഞ്ഞ് ഇങ്ങനെ ടെൻറ്റുകൾക്ക് മുകളിൽ വ്യാപിക്കുകയാണ്. ടെൻറ്റുകൾ തകരും എന്നാണ് രക്ഷാപ്രവർത്തകരോട് ഈ കുടുങ്ങിയ ആളുകൾ പലരും അറിയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദയനീയമായ അവസ്ഥകളിലൂടെയാണ് പല ട്രക്കർമാരും പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി ഉണ്ട്. ഈ വർഷത്തെ കാലാവസ്ഥ അത്ര സാധാരണമല്ല, എപ്പോഴും ഉള്ളതുപോലെയല്ല. ഈ സമയത്ത് ഇത്തരമൊരു കാലാവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് ഈ രക്ഷാപ്രവർത്തകരും ട്രക്കർമാരും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം നല്ല
നല്ല കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഈ സമയം കൂടുതലായും തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അപ്രതീക്ഷിതമായിരുന്നു ഈ കാര്യം. പരിചയസമ്പന്നരായ ട്രക്കർമാരൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. പക്ഷേ ഈ പരിചയസമ്പന്നത പോലും അവർക്ക് കൃത്യമായി ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവരിൽ പലരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ശനിയാഴ്ച മുതൽ ഈ കാൽനട യാത്രക്കാരെയും അവരുടെ ഗൈഡുകളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇവരുടെ കുടുംബവുമായൊക്കെ പലർക്കും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് ഈ ട്രക്കിങ്ങിന് പോയ ആളുകളുടെ കുടുംബം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ഏതാണ്ട് 200ഓളം ആളുകളുമായി മാത്രമാണ് ബന്ധപ്പെടാൻ സാധിച്ചത്. ഈ കുടുങ്ങിക്കിടക്കുന്നവരിൽ 300ഓളം ആളുകളെ താഴെ ബേസ് ക്യാമ്പിൽ എത്തിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്ത് വരുന്നുണ്ട്. ഗ്രാമവാസികളൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തോതിൽ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയ പശ്ചാത്തലം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ടിബറ്റിലെ പ്രാദേശിക സർക്കാരൊക്കെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടത്തുകയാണ്. മഞ്ഞ് മൂടിക്കിടക്കുന്ന പാതകളാണ്. അവിടെ തുറക്കാനായിട്ട് യന്ത്രസാമഗ്രികൾ അങ്ങോട്ടേക്ക് അയക്കാനുള്ള നീക്കമൊക്കെ നടക്കുന്നുണ്ട്. കുറേയൊക്കെ ആ ശ്രമങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഗൈഡുകളും പ്രാദേശികമായ ആളുകളെയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഈ ചില കുടുംബാംഗങ്ങളുമായൊക്കെ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ കുടുങ്ങിക്കിടക്കുന്നവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്നത് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഉറങ്ങിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തമുണ്ടാകുമോ എന്നുള്ള പേടിയുമൊക്കെയാണ്. ഇതിനിടയിൽ എവറസ്റ്റിൻ്റെ ചരിവുകളിലൊക്കെ ഇപ്പോഴും കനത്ത മഞ്ഞുവീഴ്ച തുടരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. മഞ്ഞുവീഴ്ച ഇപ്പോഴും തുടരുകയാണ് എന്നാണ്. നമുക്കറിയാം ഈ നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ്. ആകെ ഏതാണ്ട് ഇതുവരെ 300-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകളൊക്കെ അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഹിമപാതങ്ങളോ വീഴ്ചകളോ ഒക്കെ മൂലമാണ് ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നത്. ഈ പലതരത്തിലുള്ള രോഗങ്ങളും മരണങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന വിവരമൊക്കെ ഉണ്ട്. ഇതിന് കൃത്യമായ പരിശീലനത്തിലൂടെയാണ് നമുക്കറിയാം ഈ എവറസ്റ്റ് കയറാനും ട്രക്കിങ്ങിനും മറ്റും ആളുകൾ പോകുന്നത്. ഈ മരണപ്പെട്ട പല ആളുകളുടെയും മൃതദേഹം പോലും ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് 200ഓളം ആളുകളുടെ മൃതദേഹം കിട്ടാത്ത അവസ്ഥ പോലും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇതിനോടുള്ള ഒരു ക്രേസ് കൊണ്ട്, ഒരു താല്പര്യം കൊണ്ടാണ് വീണ്ടും വീണ്ടും ആളുകൾ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നേപ്പാൾ വലിയ കനത്ത മോശം കാലാവസ്ഥയിൽ ബുദ്ധിമുട്ടുകയാണ്. നേപ്പാളിൻ്റെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുകളും വെള്ളപ്പൊക്കവും ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പല റോഡുകളും തടസ്സപ്പെട്ടിരിക്കുന്നു. വിമാന സർവീസുകൾ പൂർണ്ണമായും ഇല്ലാതായ പശ്ചാത്തലമുണ്ട്. തെക്കിഴക്കൻ ഭാഗത്തുള്ള കോശി പ്രവിശ്യയിൽ മണ്ണിടിച്ചിലിൽ നിരവധി വീടുകൾ തകർന്നു. തുടർന്ന് ഈ മരിച്ചവരുടെ എണ്ണവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വിവരമൊന്നും ലഭിക്കാത്ത പശ്ചാത്തലമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് നേപ്പാൾ കടന്നു പോകുന്നത്. ഇതിനിടയിലാണ് ഇത്തരം അധികം പർവ്വതാരോഹകർ വലിയ തോതിൽ ഈ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ദുഃഖകരമായ വിവരം കൂടി പുറത്തു വരുന്നത്. ഇവരെ രക്ഷിക്കാനുള്ള അതിതീവ്രമായ ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി രാവിലെയിൽ നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. തൃശൂർ അഞ്ചേരി സ്വദേശി ഗോവിന്ദൻകുട്ടിയുടെ 80ാം ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് മക്കൾ രാജേഷ്, രാജി, രാജീവുമാണ്. പിന്നെ പേരക്കുട്ടി ദേവപ്രിയയും. അപ്പോൾ 80ാം പിറന്നാളുകാരന് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമുള്ളതാവട്ടെ, ഏറ്റവും സന്തോഷമുള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ വാർത്തകൾക്കൊപ്പം ന്യൂസ് 18നോടൊപ്പം തുടരുക. ഇനി ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കാണാം പോലീസ് പെട്രോൾ.